ഹായ്, നമ്മളിന്ന് ചെയ്യുന്നതൊരു സിമ്പിൾ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയാണ്. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായി ഒരു സിമ്പിൾ ഫ്രോക്കാണ് ചെയ്യുന്നത്. അതിനായി 1 മീറ്റർ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനു മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് തുണിയെ നിവർത്തിയിട്ട ശേഷം 2ആയി നീളത്തിൽ മടക്കുക. പിന്നെ യോക്ക് ലെന്തിനനുസരിച്ച് ഒന്നുകൂടെ മടക്കുക. നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം. തുണിയെ ഇങ്ങനെയാണ് മടക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസാണ്. ഫോൾഡഡ് സൈഡ് നമ്മുടെ നേരെ വെക്കുക. ഇത് 1 വയസ്സ് 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ്. ഷോൾഡർ നമ്മൾ 4.5 കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ആം ഹോളും കൊടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് 20 വരുന്നത്. അതിൻ്റെ 4/1 നമ്മളവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ലൂസായിട്ട് അരയിടണം. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് തയ്യൽ തുമ്പിടാം. ഇതാണ് ചെസ്റ്റ് ലൈൻ. നെക്ക് വിഡ്ത്ത് നമ്മൾ 2 കൊടുക്കുന്നത്. നെക്ക് ലെങ്ത് ഫ്രണ്ട് നെക്ക് ലെങ്താണ്. അത് 2.5 കൊടുക്കാം. പിന്നെ ഒരു ബോക്സ് പോലെ വരയ്ക്കുക. അതിനുശേഷം ഏത് നെക്കാണോ വേണ്ടത്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ. നമ്മളിപ്പോൾ ഇവിടെ റൗണ്ടാണ് കൊടുക്കുന്നത്. അടുത്ത നമുക്ക് ആം റൗണ്ട് കൊടുക്കണം. ആ ചെസ്റ്റ് ലൈനിൻ്റെ ആ ഭാഗത്ത് വേണം മുട്ടാൻ ആം റൗണ്ട് കൊടുക്കുന്നത്. ബാക്കി കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പാണ്. ഇത് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അടുത്ത ബാക്ക് നെക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളവിടെ 2 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഇഷ്ടമുള്ള നെക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് വേണ്ടത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 1 വയസ്സിനും 2 വയസ്സിനും ഒക്കെ 18 ഇഞ്ചാണ് മൊത്തത്തിൽ വരുന്ന വേസ്റ്റ് റൗണ്ട്. അതിൻ്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, 1/2 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് ഈ ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അടുത്തതായി നമുക്ക് കൊടുക്കേണ്ടത് യോക്ക് ലെങ്ത് ആണ്. യോക്ക് ലെങ്ത് 7 ഇഞ്ചോ 8 ഇഞ്ചോ കൊടുക്കാം. നമുക്കിവിടെ 8 ഇഞ്ച് കൊടുക്കാം. പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ടും കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം മേളിൽ നിന്ന് 1/2 ഇഞ്ച് കർവ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ യോക്ക് ഭാഗം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് എങ്ങനെയാണോ അതിലൂടെ വേണം കട്ട് ചെയ്യാൻ. അടുത്തത് നെക്ക് കട്ട് ചെയ്യുകയാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നെക്ക് വരച്ചിരിക്കുന്ന ഫ്രണ്ട് പോർഷനിലാണ്. ആദ്യമേ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഫ്രണ്ട് കട്ട് ചെയ്യാവൂ. രണ്ടും 2 അളവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ മനസ്സിലാവണം എന്നുള്ള ഭാഗം പറഞ്ഞാലും നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്കിൻ്റെ ഭാഗം. ഇനി നമുക്ക് ബാക്കിലൊരു ഓപ്പണും കൂടെ കൊടുക്കണം. ചെറുതായിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് എന്ത് തുണി വേണമെന്ന് നോക്കാം. നമ്മുടെ യോക്കിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 2 ഇരട്ടി തുണിയായിരിക്കും നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടത്. 2 ഇരട്ടി ആകുമ്പോഴത്തെ 2 ഇരട്ടി ഇടാം, 3 ഇരട്ടി വേണമെങ്കിലും ഇടാം. 3 ഇരട്ടി ഇടുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് പ്ലീറ്റ് കിട്ടും. ലെങ്ത് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്തിൽ നിന്ന് യോക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കൊടുക്കാം. ഇവിടെ സ്കേർട്ട് ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. യോക്കിൻ്റെ വേസ്റ്റ് ഭാഗത്തിൻ്റെ
2 ഇരട്ടി വീതിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സ്കേർട്ട് പോർഷൻ. അപ്പോൾ നമ്മൾ എല്ലാം വെട്ടി കഴിഞ്ഞ് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോക്ക് ചെയ്തു, നമ്മൾ സ്കേർട്ട് പോർഷൻ ചെയ്തു. പിന്നെ ക്രോസ് പീസ് വേണം നമുക്ക്, നെക്കും സ്ലീവും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം, ചെറിയൊരു പീസ്. അത് ബാക്കിൽ നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്കാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് ഓപ്പൺ ആക്കിയ ഭാഗം നമുക്ക് ആ പീസ് വെച്ചിട്ട് നമുക്ക് തച്ച് മറിക്കണം. ഇതുപോലെ തച്ച് മറിക്കുക. അതിനുശേഷം ഷോൾഡർ രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്ക് സ്റ്റിച്ച് ക്രോസ് പീസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നതൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യോക്കിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ അടിച്ചു പോരണം. ഇങ്ങനെ ഫുള്ളും നെക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദാണ്ട ഇതുപോലെ മടക്കുക. ക്രോസ് പീസിനെ നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തോട്ട് ഇതുപോലെ മടക്കുക. തയ്യൽ തുമ്പ് അകത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് മുകളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു.
അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമുക്കതിനെ തിരിച്ച് മടക്കി ഇതുപോലെ അടിച്ചെടുക്കാം. ഇതുപോലെ നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ സ്ലീവ് നമുക്ക് ചെയ്യാനുള്ള ക്രോസ് പീസ് വെച്ച് ഇതുപോലെ ചെയ്ത് മറിക്കുക 2 സ്ലീവും. രണ്ട് സ്ലീവും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. യോക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്കേർട്ട് പോർഷനാണ് ചെയ്യേണ്ടത്. സ്കേർട്ടിന് പ്ലീറ്റ് ഇട്ട് ഇത് കണക്ക് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് എടുക്കുക.
രണ്ട് വശവും നമ്മൾ ഇതിനക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് യോക്കും സ്കേർട്ട് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു ലേസും കൂടെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം അടിവശം മടക്കി അടിക്കുക. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളവിടെ ഒരു ഷോ ബട്ടണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.